മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ആക്ച്വലി ചർച്ച ആയത് ആ ഫോട്ടോ അല്ല കേട്ടോ, ആ ഫോട്ടോക്കെതിരെ ഒരാൾ നടത്തിയ പ്രതികരണമാണ്. അതിനെ പ്രതികരണം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, തെറി അഭിഷേകം അങ്ങനെ പറയേണ്ടി വരും. ഈ തെറി അഭിഷേകം നടത്തിയത് മറ്റാരുമല്ല, വണ്ണൻ്റെ ഉള്ളി ഷെഫീന ബീവി. എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്? എന്തായാലും ഷെഫീന താത്തന്റെ തെറിവിളി വൻ രീതിയിൽ വൈറലായി കേട്ടോ. അതോടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഷെഫീന താത്ത എയർലുമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ പരിധികളും ലംഘിക്കുന്ന രീതിയിലായിരുന്നു ഷെഫീന ബീവി ദയാ സുജിത്തിനെതിരെ നടത്തിയ തെറിവിളി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഞാൻ ഇൻട്രോട്ട് വലിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിഷയം മറ്റൊന്നുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ചു കാലം മുമ്പ് ഈ പറഞ്ഞ ദയാ സുജിത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. പുള്ളിക്കാരൻ എന്തോ മോഡലിംഗിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും ഈ ഫോട്ടോ കണ്ട് ഷെഫീന ബീവിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതോടെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് അറിയോ? തന്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ദയാ സുജിത്തിനെതിരെ ചറപ്പറ തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങളോട് പറയാനാണെങ്കിൽ 22 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു തെറിവിളിയായിരുന്നു അത്. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്? ഇതിനൊക്കെ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാണെങ്കിൽ കുറഞ്ഞു പോകും, അതിനപ്പുറമാണ് തെറിവിളി എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ഷെഫീന ബീവി ചെയ്ത വീഡിയോയുടെ ചില ഭാഗമൊന്നും കണ്ടോക്കാം. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിനിത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണേണ് സ്വാതന്ത്ര്യം. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പിന്നെ മഞ്ജു പിള്ളയുടെ മകൾ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്, സ്ത്രീകൾ എല്ലാവരും എന്നെ കണ്ട് പഠിക്കണമെന്ന്. അവരങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും നടത്തിയിട്ടില്ല. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഷെഫീന ബീവിയോടുള്ള എന്റെ ചോദ്യം. അവർ ഇൻസ്റ്റാഗ്രാമിൽ പലവിധ കോസ്റ്റ്യൂംസിൽ പലവിധ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോയും കൂടി പോസ്റ്റ് ചെയ്തെന്ന് മാത്രം. അതിനാ രീതിയിൽ കണ്ടിങ്ങനെ ഒഴിവാക്കി വിട്ടാ പോരെ? എന്തിനാണ് ഇങ്ങനെ കഥാപ്രസംഗവുമായി ഇറങ്ങിയേക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. ഞാനിതൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പലരും ചിന്തിച്ചേക്കാം, ഇതേ നീ തന്നെ പണ്ട് രേണു സുധിയും ഹൻസിക കൃഷ്ണയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും ലൈവ് പരിപാടിയും ഒക്കെ തുടങ്ങിയ സമയത്ത് അവരെതിർത്തുകൊണ്ട് വീഡിയോ ചെയ്തത്. നീ തന്നെ ദയാ സുജിത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ കൊറോണ കമന്റ് ബോക്സിൽ വരും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതും തമ്മിൽ ആനും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന രേണു സുധി ആണെങ്കിലും ഹൻസിക കൃഷ്ണ ആണെങ്കിലും ചെയ്തിരുന്നത് ഒരു തരം സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അതായത് ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കലാണ്. അത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അത് നമ്മൾ പറയേണ്ടടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ദയാ സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇവർ റാൻഡമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കുറെ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മോഡൽ പിക്കും കൂടി പോസ്റ്റ് ചെയ്തു. ഇതിനപ്പുറത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് പിന്നോടിയായിട്ട് ഇവര് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനോ ലൈവ് സ്ട്രീമിംഗ് പരിപാടി തുടങ്ങാനോ ഒന്നും നിന്നിട്ടില്ല. അങ്ങനെയൊന്നും ഇവർ ചെയ്യാത്തിടത്തോളം കാലം ഇതിനെ വിമർശിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ വസ്ത്ര സ്വാതന്ത്ര്യവും ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ദയാ സുജിത്തിന്റെ ഈ ഫോട്ടോയിലേക്ക് വരികയാണെങ്കിൽ, ദയാ സുജിത്ത് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. എത്രയാണ്? 2023 മെയ് 30. എത്രയാണ്? 2023 മെയ് 30. ഈ ഫോട്ടോ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് 3 വർഷത്തോളമായി. പക്ഷെ ഇപ്പോഴാണ് ഷെഫീന ബീവിന്റെ കണ്ണിൽ ഇത് പെടുന്നത് മാത്രം. എന്ത് പറ്റി ഷെഫീന ബീവി? ഇത്രയും കാലം കോമഡിയിലായിരുന്നോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാറ്. എന്തായാലും കോമഡി ആയിരിക്കുന്ന സംഭവം. ബാക്കി പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തില് പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന, ആ എക്സ്പീരിയൻസാ പറയണത്. ഷെഫീനയുടെ കുടുംബം ഒരു സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു ചരിത്രം ഷെഫീനയുടെ കുടുംബത്തിൽ ഉണ്ടെന്ന് അറിയുന്നത് ഞാനിപ്പോഴാണ്. എന്തേ ഷെഫീനയുടെ കുടുംബത്തിനെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തേണ്ട സംഭവങ്ങളാണ് അല്ലേ? സ്കൂളിലെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഗതികളാണ്. എന്റെ അഭിപ്രായത്തിൽ നാളത്തെ സ്കൂളുകളിലെ സിലബസുകളിലൊക്കെ ഷെഫീന ബീവിന്റെ കുടുംബം നടത്തിയ ഈ വീരോചിതമായിട്ടുള്ള മുന്നേറ്റത്തെ കുറിച്ച് ഒരു മൊഡ്യൂൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. കുട്ടികൾ അറിയട്ടെ ഇവർ നടത്തിയ മുന്നേറ്റം എന്താണെന്നുള്ളത്. അല്ല സ്ത്രീയെ, നിങ്ങൾ ഈ പറഞ്ഞ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ദയാ സുജിത്തിന്റെ ഒരു പോസ്റ്റിൽ നിന്നും തുടങ്ങിയതാണ്, സ്വന്തം കുടുംബപുരാണം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്റെ കുടുംബവും ഞാനും ആഹോരാത്രം പ്രയത്നിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയുന്നതും വ്യക്തി അധിക്ഷേപം നടത്തുന്നതും തെറി അഭിഷേകം നടത്തുന്നതും. എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ബാക്കി പറ. ഉദാഹരണം, ഇപ്പൊ നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു. ഏത് വർഷത്തിൽ അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 ഹേ എന്ന സിനിമ കണ്ടു.
അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്, ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. അതേപോലെ ദയാ ശുചിത്ത് ഒരു ഫോട്ടോ ഇട്ടു. ഏത് വർഷത്തിലാണ് ആ ഫോട്ടോ ഇട്ടത്? 2023 മെയ് 30. അല്ല, പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടി പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി എട്ടൊക്കെ എന്തായാലും 1930-കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള, മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല, പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചിന്ന ഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. അത് ശരി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചിഹ്നം ഭിന്നമാക്കി പീഡിപ്പിച്ചു കൊന്നു എന്ന് കരുതി ദയാശുചിത്ത് എന്ത് ചെയ്യണം? പുതപ്പ് മൂടി നടക്കണം എന്നാണ് നിങ്ങൾ പറയുന്ന സ്ത്രീയെ. എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഇത് എങ്ങോട്ടാണ് നിങ്ങൾ പറഞ്ഞു പോകുന്നത്? ഇത് മറ്റേ പണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ നോക്കി കാരണവന്മാര് പറയാറില്ലേ, ഇവളെ വസ്ത്രം നല്ലതല്ലാത്തത് കൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളത്? അതേപോലെയാണ് ഷെഫീനിന്റെ സംസാരം. ഉള്ളത് പറയാലോ, ഇതൊക്കെ സദാചാര ഗുണ്ടായുസത്തിന്റെ എക്സ്ട്രീം ആണ്, പറയാതെ വയ്യ. ബാക്കി പറന്തായാലും 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വെല്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? എന്താണ് ഈ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ഒരു ലൈസൻസ് ഇല്ലാത്ത നാവും ക്യാമറയും ഉണ്ടെന്ന് കരുതി ആരെ കുറിച്ചും എന്ത് തോന്നിയ ദിവസവും പറഞ്ഞുണ്ടാക്കാമെന്നാണോ നിങ്ങൾ കരുതി വെച്ചേക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നാട്ടിൽ കണ്ട ഞർമ്മന്മാരെല്ലാം പെണ്ണുങ്ങൾ കയറി പിടിക്കുന്നത് ദയാശുചിത്തിനെ പോലുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? വല്ലാണ്ടങ്ങ് തോന്നിയ ദിവസം പറയാൻ നിൽക്കരുത്. എനിക്കത് കേട്ടിട്ടുണ്ടല്ലോ, പൊളിഞ്ഞു കയറുന്നുണ്ട്. ഒരാളെ കുറിച്ച് എന്ത് വൃത്തികേടും പറയാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? എന്നാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണെന്നൊക്കെ ആഘോരാർത്ഥം പ്രയത്നിക്കുന്ന ഇതേ ഷെഫീന തന്നെ ആണുങ്ങളെ പെണ്ണുങ്ങളെ കയറി പീഡിപ്പിക്കാനുള്ള കാരണം പെണ്ണുങ്ങൾ തന്നെയാണെന്ന് പറയാൻ കാണിച്ച മനസ്സുകളാരും കാണാണ്ട് പോരുത്. ഒരേ വീഡിയോയിൽ തന്നെ 2 വർത്താനം പറയാം. വല്ലാത്തൊരു തരം സ്ത്രീ തന്നെ കേട്ടോ. ബാക്കി പറഞ്ഞാലും പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. പൊന്നു സോദരി എന്തിനാ വേദന സഹിക്കണ്, മുട്ട തൈലം വാങ്ങി തേച്ചോളി. അതാണ് ഷെഫീനൊക്കെ നല്ലത്. നാവിന് ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല തൈലം വാങ്ങി തേച്ച് മൂലൊക്കെ കുത്തിരുന്നാ പോരെ. എന്തിനാണ് ക്യാമറയും ഓൺ ആക്കിയിട്ട് ആ പൊയ്ത്ത നാവും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നത്? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അല്ലേ? ഇത് പരിധികൾക്ക് അപ്പുറമാണ്, പറയാതെ വയ്യ. ബാക്കി പറഞ്ഞാലും പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ആർക്ക് കാമപ്രാന്ത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? അല്ലെ, ഈ സ്ത്രീയെ അടക്കി നിർത്താൻ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവരുടെ മക്കൾ ഇതൊന്നും കാണുന്നില്ലേ? എന്ത് മക്കള്? അവരൊക്കെ ചിലപ്പോൾ ഒഴിവാക്കി വിട്ടതായിരിക്കും ഇവരെ. കാരണം ഇങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒരാളെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടായിരിക്കും, ഉള്ളത് പറയാലോ. എന്നാൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നല്ലേ? പോയി കയറി ബസ്സിൽ നിന്ന് കൊടുക്കാൻ, എന്നിട്ട് പോകുന്നവന്മാരോടും വരുന്നവന്മാരോടും ഒക്കെ തടവി വിടാൻ പറയാൻ. എങ്ങനെയാണ് ഒരു സ്ത്രീയായി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഷെഫീന ബീവി? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ലോകത്ത് മാന്യവും മര്യാദയുമുള്ള ഒരു സ്ത്രീയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. വെറുതെ എന്തിനാണ് ഷെഫീന സ്ത്രീകളും കൂടി പറയിപ്പിക്കാൻ നിൽക്കുന്നത്? കഷ്ടം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്. ബാക്കി പറഞ്ഞാലും ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി ഉണ്ടാ വല്ലാണ്ടങ്ങ് സാമൂഹിക പ്രതിബദ്ധത പ്രസംഗിക്കലെത്താത്ത നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയുള്ള നിലകൊള്ളലൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് തോന്നിവാസം പറയലല്ലേ നിങ്ങൾ ഈ പറയുന്ന സമൂഹത്തിന് വേണ്ടി നിലകൊള്ളല്? അത് സമൂഹത്തിന് വേണ്ടി നിലകൊള്ളലല്ല, സമൂഹത്തിൽ തന്നെ വേസ്റ്റ് ആണത്. പറയാതെ വയ്യ. വെറുതെ എന്തിനാണ് ഈ പൂത്ത നാവും വെച്ച് സമൂഹത്തിൽ ഒരു വേസ്റ്റ് ആയി മാറാൻ നിൽക്കുന്നത്? ആ നാവൊന്ന് അടുക്കി വെക്ക്. ആരോടാ ഈ പറയുന്നത്? ഇനിയിപ്പോ നോക്കിക്കോ, ഞാനിത് പറഞ്ഞത് കാരണമായിട്ട് ആ പൂത്ത നാവും വെച്ച് നാളെ എന്നെ 4 തെറി പറഞ്ഞു വരും. ഈ സ്ത്രീക്ക് പിന്നെ അത് മാത്രം അറിയാവുന്നതിനെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്നെ എന്ത് പറഞ്ഞാലും ഒരു ചുക്കൂല്ല എനിക്ക്. ഈ സ്ത്രീ കാലങ്ങളോളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കൂസലും ഇല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ തെറി വിളിക്കാതിരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്തോളി. ബാക്കി കേട്ടോക്കെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഒരു അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഇതിനേക്കാളുപരി ഞാൻ സ്ത്രീയാണ്.
എന്നത് പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ സ്ത്രീയെ. വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ, ഞാനൊരു സഹോദരിയാണ്, ഒരു മകളാണ്, ഒരു സ്ത്രീയാണെന്നൊക്കെ. ആ നിങ്ങളാണോ മറ്റൊരുത്തിയുടെ മകളുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് തോന്നിവാസം പറയുന്നത്, സദാചാര ഗുണ്ടായുസം നടത്തുന്നത്? എന്നൊരു വലിയ ഡയലോഗ് അടിക്കാണ്, ഞാനൊരു മകളാണ്, ഞാനൊരു സ്ത്രീയാണെന്നൊക്കെ. ഉണ്ടയാണ്. ഇനി എവിടെയെങ്കിലും പോയി സ്ത്രീയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ, മറ്റുള്ള സ്ത്രീകൾക്കും കൂടി അത് അപമാനമാണ്, പറയാതെ വയ്ക്കുക. ഒരാൾ ഇത്രയും വ്യക്തിഹത്യ ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ അല്ലാതെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ബാക്കി പറഞ്ഞാലോ. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്ന് ഷൈജു ദാമോദരന്റെ ഡയലോഗാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അല്ല ഷഫീന, മഞ്ജു പിള്ള ഇത് കാണാൻ ദയാസുജിത്ത് LKG പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ, പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവൾ. അവൾക്കറിയാം ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. അതിന് മഞ്ജു പിള്ള ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഞ്ജു പിള്ള ഇത് കാണുന്നില്ല എന്നൊക്കെ. അല്ല ഷഫീനയുടെ മക്കൾ ഇതൊന്നും കാണുന്നില്ല, അതാണ് എന്റെ ചോദ്യം. അല്ല തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ബാക്കി കേട്ടോ എന്തായാലും. പച്ച മലയാളത്തിൽ പറയാം, എന്റെ ഉണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളെ? നീ അതാണോ? എന്തുവാ ഇതൊക്കെ മാസാണെന്നാണ് ഷെഫീനന്റെ വിചാരം? ഉള്ളത് പറയാലോ. ഇതൊക്കെ കണ്ട് ഫ്രസ്ട്രേഷൻ ആണ് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഈ ഷെഫീന ബീവിക്ക് പെൺമക്കളില്ല. അത് എന്തുകൊണ്ടും ആശ്വാസമാണ് കേട്ടോ. ഉള്ളത് മൊത്തം ആൺമക്കളാണ് എന്റെ അറിവ് വെച്ചിട്ട്. പഠിച്ചവരെന്തോ കണ്ടറിഞ്ഞവർക്ക് പെൺമക്കളെ കൊടുക്കാത്തതാണെന്ന് തോന്നുന്നു. അഥവാ ഒരു പെൺകുട്ടിയെ ഷെഫീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി നരകയാതന അനുഭവിക്കേണ്ടി വന്നേനെ. കാരണം ഇതല്ലേ മനസ്സിലിരിപ്പ്. ആരാന്റെ കുഞ്ഞിനെ കുറിച്ച് ഇമാതിരി തോന്നിയവാസം പറയുന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഇവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? ആലോചിക്കാനും കൂടി വയ്യ. പഠിച്ചോൻ കാത്ത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പഠിച്ചവരോട് നല്ല നന്ദിയുണ്ട്. എന്തായാലും ബാക്കിയോട് പറ. നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? ഇതല്ല വ്യഭിചാരം. നിങ്ങൾ ചെയ്യുന്നതാണ് ഷെഫീന ആക്ച്വലി വ്യഭിചാരം എന്ന് പറയുന്നത്. വെർബൽ ഹറാസ്മെന്റ്. ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് ഒരാളെ കുറിച്ച് വൃത്തികേട് വിളിച്ചു പറയുക, അതും ഒരു തരം വ്യഭിചാരം തന്നെയാണ് കേട്ടോ. ബാക്കി പറഞ്ഞായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് കമന്റ്സ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കമന്റ്സിന് അതെടുത്ത് വെച്ചിട്ട് അവൾ പറയുന്നതാണ്, ഈ സുജിത്ത് വാസുദേവനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ലേ? അവളെ കമന്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഇതെല്ലാം അവള് പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ? എന്തിനാടി അതും കൂടെ മറച്ചു വെക്കുന്നത്? നീ അതും കൂടെ തുറന്ന് കാണിയില്ല. അതും കൂടെ തുറന്നു കാണി. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ് ആഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? ആൻഡ് പിന്നെ മണി കിട്ടാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനായി തുറന്നു കാണിക്കും? അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുമെന്നുള്ളത് ആരാണ് ഷെഫീനോട് പറഞ്ഞത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഞാൻ നോക്കിയ സമയത്ത് ഈ പറയുന്ന ദയാ സുജിത്തിന് ഫേസ്ബുക്കിൽ ഒരു പേജ് ഇല്ല. ഞാൻ ആണെങ്കിൽ അതിന് ഗൂഗിൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഫേസ്ബുക്കിൽ പേജ് ഇല്ല. അപ്പൊ പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണുമല്ലോ. എന്തായാലും ബാക്കി പറഞ്ഞു. അച്ഛനും ഇത് കാണണം മോളെ. അച്ഛന്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. ഇത്രയും നേരം അമ്മനെയാണ് പറഞ്ഞത്, ഇപ്പൊ അച്ഛനും കൂടി പറഞ്ഞപ്പോ പൂർണ്ണമായി. ഞാൻ ആലോചിക്കാൻ എന്തേ പറയാത്തുള്ളത്. ഇപ്പൊ സമാധാനമായി. ബാക്കി പറഞ്ഞാലും. അവളാ കമന്റ്സിനെ കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ല, ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരു തരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേടിന് നല്ല തെരച്ചി വാലി കിട്ടും, അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. മുൻപ് കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടത് ഞാനാണ്, ഓർത്തോളുക. ഇത് ഇടുമ്പോ തന്നെ എന്തെല്ലാം പറയും, കാൽസറായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നത്. നാട്ടിൽ ആദ്യമായി ചുരിദാർ ഇട്ടതിന് പഴി കേട്ട ആളാണ്. മറ്റൊരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കയറി ഡയലോഗ് അടിക്കണമെന്ന് ഓർക്കണം. എന്നാലും ഇങ്ങനെ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ സ്വയം പൊങ്ങാനും വേണം ഒരു കഴിവ്. അത് നല്ലോണം ഷെഫീനെ കണ്ട് കേട്ടോ. അത് പറയാതെ വയ്യ. ബാക്കി പറഞ്ഞാലും. ഹലി വരുന്നേ ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്താണ് ഇത്. ജനറേഷൻ ഗ്യാപ്പ് അല്ല. ഇതൊരിക്കലും ജനറേഷൻ ഗ്യാപ്പ് അല്ല. കഴപ്പ് മൂത്ത് ഒരുത്തി ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് അവരുടെ കഴപ്പത്തിന് തീർക്കുന്നു. അങ്ങനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിനെ ജനറേഷൻ ഗ്യാപ്പ് ആയിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും. അത് ഇട്ടുകൊണ്ടാണ് നടക്കാൻ പോണെ. വീട്ടിൽ അടിയായി ലഹളായി. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ലേ? ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയും കൊണ്ട് കമന്റ്സിലും വരും. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നവളുമാരെ നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം. അതേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഷെഫീനോടും പറയാനുള്ളത്. ഇങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാത്തവളുമാരും ഒക്കെ നടു റോട്ടിൽ കൊണ്ടുവന്ന് ഡയലോഗ് അടിക്കാൻ പറയണം. അന്നേരം അറിയാം അതിന് പുകിലും. ബാക്കി നാട്ടുകാർ നോക്കിക്കോളും. അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും. ക്രൈം അങ്ങ് അനുഭവിക്കാൻ നിൽക്കണം. ആണുങ്ങളെ മാത്രം കുറ്റം പറയും. അവന്മാര് കുഴപ്പാ. ഇതല്ലേ കോലം കെട്ടല്? പോരട്ടെ മനസ്സിലിരിപ്പ് പോരട്ടെ. ഇപ്പോഴാണ് ഷെഫീന ബീവിന്റെ കറക്റ്റ് മനസ്സിലിരിപ്പ് പുറത്തു വന്നത്. കേട്ടില്ലേ? ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
പെണ്ണിന്റെ മനസ്സിലിരിപ്പ് ഇതല്ലേ എന്നൊക്കെ. ഇതോടുകൂടി ഷെഫീന ബീവിന്റെ മനസ്സ് എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് നാവിന് ലൈസൻസ് ഇല്ലെങ്കിലുള്ള ഗുണം എന്ന് പറയുന്നത്. ഇവർ എത്രയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ചാലും പറഞ്ഞ് ഇവരുടെ മനസ്സിലിരിപ്പ് ഇവരങ്ങ് പുറത്ത് പറഞ്ഞു കളയും. ഇപ്പൊ ഷെഫീന ബീവിന്റെ കേസിനെ കണ്ടില്ലേ, തുടക്കത്തിൽ വൻ പ്രസംഗമായിരുന്നു. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, എന്റെ കുടുംബം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിച്ചതാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുത്തിയവരാണ്. പിന്നെ മറ്റേ ഭരചന്ദ്രൻ IPCയിലെ സുരേഷ് ഗോപിനെ പോലെ മോഹൻ തോമസിന് ഉച്ചിഷ്ടവും അമേദ്യം പോലെ ഡയലോഗ് അടിക്ക് ഉണ്ടായിരുന്നു. ഇമാതിരി മാസ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ അവസാനം എന്ന് പറയുന്നത്. ഇവിടെ ആണുങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതല്ലേ എന്നൊക്കെ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതോടുകൂടി ആൾക്കാർക്ക് മനസ്സിലായില്ല ഷെഫീന, അത് മതി. ഇതൊരു ബാക്കി പറഞ്ഞല്ലോ. ചരിത്രം പഠിച്ചൂടെ കൊച്ചേ? പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്, 4 അക്ഷരം വായിക്ക്, പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. 4 അക്ഷരം വായിക്കാൻ അവളെന്താ SLC എങ്ങനെ പഠിക്കാനോ? അല്ല, അറിയാത്തോട് ചോദിക്കാണ്. ആ ദയാസുജിത്ത് എന്ന് പറയുന്ന കൊച്ചു പുറത്തൊക്കെ പോയി പഠിച്ച കൊച്ചാണ്. നിങ്ങളെ പോലെ നാവിന് ലൈസൻസ് ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കല്ല, പോയി 4 അക്ഷരം പഠിച്ചൂടെ എന്നൊക്കെ. നിങ്ങൾ ആദ്യം നാവടിക്ക് വെക്കാൻ പഠിക്കും. അല്ലാണ്ട് ആ പെണ്ണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും അവളുടെ മെക്കിട്ട് കയറില്ല വേണ്ടത്. ബാക്കി പറഞ്ഞല്ലോ. ഫ്രീ സെക്സിന് താല്പര്യമുള്ള കുറെ വൃത്തികെട്ട ജന്മങ്ങളാണ് ഈ ഫെമിനിസത്തിന്റെ വളച്ചൊടിക്കുന്നത്. ഫ്രീ സെക്സോ? ഫ്രീ സെക്സും ഇതും തമ്മിൽ എന്താണ് ബന്ധം ചേച്ചി? എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? ബാക്കി പറഞ്ഞല്ലോ. ഇത് കണ്ടുകൊണ്ട് കുറെ അലവലാദികൾ വന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ പറയും, അയ്യോ അവര് ബൈജു മിനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയണേ തള്ള വൈബ്, ഇതൊക്കെ പറഞ്ഞാലും ഇത് തള്ള വൈബും തന്ത വൈബാണെന്ന് നിങ്ങൾ ഇനി മുത്തശ്ശി വൈബ് എന്ന് പറഞ്ഞാലും ഇത് തന്ത വൈബും തള്ള വൈബും മുത്തശ്ശി വൈബ് ഒന്നുമല്ല, ഇതാണ് തീട്ട വൈബ്. അല്ലാണ്ട് ഇതിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും അങ്ങനെ പോകുന്നു ഷെഫീന ബീവിയുടെ പൂഴ്ത്ത നാവ് കൊണ്ടുള്ള വർത്തമാനങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഷെഫീന ബീവിന്റെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ പറഞ്ഞ മഞ്ജു പിള്ളയും ദയാസുജിത്തും കൂടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വനിതയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതിൽ കൂടി കണ്ട ശേഷം നിർത്താം. ഇല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷെ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം അതിൽ കുറേ ഹേറ്റ് കംസ്. ഒരു ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. എൻ്റെ കമൻറ്റിലല്ല, പേഴ്സണലി മെസ്സേജ് അയച്ചതാണ്. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിനെയും കൊണ്ടാണ് നിൽക്കുന്നത്, മകളെയും കൊണ്ടാണ് ആ അമ്മ നിൽക്കുന്നത്. എന്നിട്ട് മറ്റെന്തോ ബൈബിളിലെ ഒരു വേഴ്സും ഉണ്ട്, സാം മറ്റേ 1-2 എന്തൊക്കെയോ പറഞ്ഞ ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കമ്മ. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ദൈവവിശ്വാസി ബൈബിളിൽ ഏതൊക്കെ ഉണ്ട്, മകളുണ്ട്, ഹൗ ഡെയർ ലൈക്ക് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ, ലൈക്ക് എന്താണ് ട്രിഗർ ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവളാരാ കറുമ്പി, ഇവളെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്, മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഐ എം സ്റ്റിൽ ലൈക്ക്, അപ്പോഴും മഞ്ജുപിള്ളയാണ് സുഹൃത്തുക്കളല്ല. അച്ഛനൊരു മെയിൽ സൊസൈറ്റിയിലെ മെയിൽ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പറയത്തില്ല. മെയിൻലി മഞ്ജുപിള്ള ഫീമെയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഫീമെയിൽ ആയതുകൊണ്ടും ഐ തിങ്ക് അമ്മയുടെ പേരിലാണ് മോസ്റ്റ് എനിക്ക് ഹേറ്റ് കമന്റ്സ് വരുന്നത്. അമ്മയുടെ പേരിൽ മഞ്ജുപിള്ളയുടെ മകൾ എന്ന രീതിയിൽ. സുഹൃത്തുക്കളും അതൊന്നും പറഞ്ഞാൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ ഹേറ്റ് കമന്റ്സ്. പിന്നെ പറയും യു ആർ ജസ്റ്റ് എൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് എൻ ആവറേജ് ഗേൾ, ഐ നോ ദാറ്റ്. എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്, ഐ ബിലീവ് ദാറ്റ് ഐ എം പ്രെറ്റി. ബാക്കിയുള്ളവരും ദേ പ്രെറ്റി ഇൻ ദെയർ ഓൺ വേ. പക്ഷെ എന്നാലും ആവറേജ് ഗേൾ. എന്തുണ്ട് കാണാൻ, എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഹൂ ഡു യു തിങ്ക് യു ആർ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വരും. പിന്നെ അമ്മ നീ നിഗ്ലക്റ്റ് ആക്ക് കുറെ കുറെ ഹേറ്റ് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അമ്മ ജസ്റ്റ് നിഗ്ലക്റ്റഡ്, അത് മാറ്റണ്ട. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞു ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവന്റെ അടുത്ത്? കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കട്ടെ കൊച്ചിനെ പറയുന്നോടാന്ന് ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ പൂട്ടെന്ന് പറഞ്ഞു. മദർ, അമ്മ എന്ന നിലയിൽ പറയാറുണ്ട് അമ്മ ലക്ഷ്മി ദേശമമ്മ ഭദ്രവളിയാണ്. ഞാൻ എന്റെ
കുഞ്ഞിനെ എന്നാൽ ആ ഭദ്രകാളി പുറത്ത് ചാടാനുള്ള സമയമായിരിക്കും എന്ന് പറയാതെ വയ്ക്കുക. എന്റെ വീഡിയോ മഞ്ജുപിള്ള കാണുന്നുണ്ടെങ്കിൽ മഞ്ജുപിള്ളയോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കരുത്. നിങ്ങളെ മകളെ കുറിച്ചാണ് ഈ ജെഫീന ബി ആ പൊയ്ത്ത നാമം വെച്ച് ലോകത്ത് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ലഡ് ഷേമിംഗ് നടത്തിയിരിക്കുന്നത്. ഇതിനു മുകളിൽ നിങ്ങളുടെ മകൾക്ക് സ്ലഡ് ഷേമിംഗ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ നിയമപരമായി നേരിടണമെന്ന് തന്നെയാണ് എനിക്ക് മഞ്ജുപിള്ളയോട് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന നിങ്ങൾ ഏറ്റവും നല്ലൊരു സേവനമായിരിക്കും അതെന്ന് പറയാതെ വയ്യ. മറ്റുള്ളവർക്കും കൂടെ അതൊരു പാഠമാകട്ടെ. പൊയ്ത്ത നാമം വെച്ച് ആൾക്കാർ എന്നും പറയുമ്പോൾ എന്ത് സ്ലഡ് ഷേമിംഗ് നടത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. മഞ്ജു പിള്ള ഇത് നിയമപരമായി തന്നെ നേരിടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.